നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ഉലുവ ലഡുവാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറയാം. 200 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം മുതിര എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് 200 ഗ്രാം, ബദാം എടുത്തിട്ടുണ്ട് 200 ഗ്രാം, ആശാളി 200 ഗ്രാം എടുത്തിട്ടുണ്ട്, ഗോന്ത് 100 ഗ്രാം, 100 ഗ്രാം എള്ള എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അരിമോദകം എടുത്തിട്ടുണ്ട്, 400 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. കുത്തരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കാൻ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ചുക്കും ജീരകവും ഏലക്കായന്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഓരോ സ്പൂൺ ചേർക്കും. ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകത്തിന്റെ പൊടിയും ചേർക്കും. ഞാൻ ഓരോ സ്പൂൺ വീതം ഇതിത്രയും പൊടിച്ചു വെച്ചേക്കും. അത് ഞാൻ ഇതിൽ ചേർക്കും. ഈ ഗോന്തൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് ഇനി വറുത്തെടുക്കാം. ഇത് കുത്തരിയാണ്. ഇത് ഞാൻ കഴുകി ഉണക്കിയെടുത്തത്. ഇത് നമുക്കെല്ലാം വറുത്തെടുക്കണം. നമ്മുടെ അരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടെന്ന് വറുക്കാം. ഉലുവായി മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. കളറ് കളർ വരും. നല്ല ബ്രൗൺ കളർ. നമുക്കിതിലോട്ട് മുതിര ഇട്ട് കൊടുക്കാം. മുതിര മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതിന്റെയൊക്കെ കളർ വരും. നമുക്ക് ഈ ബദാം ഒരുപാട് മൂക്കാണ്. ശരിക്കും ചൂടായിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ആശാളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമുക്ക് അരിമോദകം ഇട്ട് കൊടുക്കാം. എള്ള് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഗോന്ത് നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുക്കണം. അതുകൊണ്ട് അതിന്റെ കൂടെ ഇത് വറുക്കാൻ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 2 സ്പൂണോളം നെയ്യ് ഒഴിക്കണം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരും. ഗോന്ത് നമുക്ക് കുറച്ചിട്ട് വറുത്തെടുക്കാം. ഇതെല്ലാം കൂടി ഇടണ്ട. കുറച്ചിട്ട് ഈ ഗോന്ത് എവിടെ കിട്ടും? ആയുർവേദ കടകളിൽ കിട്ടും. ഇത് നോർത്ത് ഇന്ത്യക്കാരാ ഇത് ഏറ്റവും കൂടുതൽ ലഡുവിന് ഉപയോഗിക്കുന്ന. ഇത് ശരീരവേദന മാറ്റാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. നടുവിനും ആയുർവേദ കടകളിൽ കിട്ടും. ആശാളി മേടിക്കത്തില്ലേ, അവിടെ നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കിട്ടും. എന്തപ്പം മൂക്കട്ടുള്ളൂ. ബാക്കിയുള്ള കൂടെ നോക്കിട്ട് വറുത്തെടുക്കാം. കുറച്ചിട്ട് വറുത്തെടുക്കണം. ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് നല്ല ശരീരത്തിന് ഗുണമുള്ള സാധനം. അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നത് കാണിക്കുന്നതേ ഉള്ളൂ.
വടക്കേ ഇന്ത്യൻ സൈഡ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും കണ്ട, അതുപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക്. അതാണ് ഇതിന്റെ മൂപ്പ്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഉലുവ നമുക്ക് പൊടിച്ചെടുക്കാം. ഉലുവ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഉലുവ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയാനായത്. നമുക്ക് മുതിര പൊടിച്ചെടുക്കാം. മുതിരയും ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി പൊടിച്ചെടുക്കാം. അരി നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആശാളിയും അരിമോദകവും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞാൻ വറുത്തില്ലേ, ഇതങ്ങ് പൊടിച്ചെടുക്കാം. നമ്മുടെ അരിമോദകവും ആശാളിയും എല്ലാം കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് അതും പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഈ നട്ട്സും അങ്ങ് പൊടിച്ചെടുക്കാം. എല്ലാ നട്ട്സും പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് നമ്മള് മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലൊന്ന് പൊടിച്ചങ്ങ് ഇട്ടാൽ മതി. ഇതിലിട്ടിട്ട് ചെറുതായിട്ട് എൻ്റെ ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. എന്താ ഗോതമ്പ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് ഇട്ടാൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കാം. സ്വല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവർ വേണ്ട, ഇതൊന്ന് മെൽറ്റാകാനും മാത്രം. ഇതൊന്ന് മെൽറ്റാകട്ടെ. നമ്മുടെ ശർക്കര മെൽറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഗോതമ്പ് വറുത്ത നെയ്യില്ലേ, അത് ഇതിലോട്ട് ഒഴിക്കുവാൻ. ഇത് തേങ്ങ ഇതിലിട്ട് വെള്ളമയം മാറ്റിയെടുക്കാം. തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് മറന്നിട്ടുണ്ട്. തേങ്ങ ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട. അതിന്റെ ആ വെള്ളമയം ചെറുതായിട്ടും തോർന്ന് വന്നാൽ മതി. തോർന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ശർക്കര അരച്ചു വെക്കാം. എന്നിട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി 1 സ്പൂൺ. ചുക്ക് പൊടി 2 സ്പൂൺ ഇടാം നമുക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത്. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി അങ്ങ് എടുത്താൽ മതി. ഇപ്പൊ എല്ലാം നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഉണ്ട പിടിച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി പിടിച്ചെടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഉലുവ ഉണ്ട.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചെറിയൊരു കയ്പ് കാണും, അത്രയേ ഉള്ളൂ. വലിയ കയ്പ് കാണത്തില്ല. ഇത്രയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടില്ലേ, അതുകൊണ്ട് വലിയ കയ്പില്ല. ചെറുതായിട്ടൊരു കയ്പ് കാണും, അത്രയേ ഉള്ളൂ. പക്ഷെ ശരീരത്തിന് ഒരുപാട് ഗുണമായി. മഴ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ പല പല രോഗങ്ങളൊക്കെ വരുന്ന സമയമല്ലേ. ആ സമയത്ത് ഇതേപോലെ ഒരു ലഡു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. 7 ദിവസമെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത് ഈ ഒരുപാട് ഉണ്ടേക്ക്. ഇതിലല്ലേ തന്നെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം നല്ല സാധനങ്ങളല്ലേ ചേർന്നേക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ല ബെനിഫിറ്റ് ആയത്. അപ്പൊ എല്ലാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഉലുവ ലഡു എല്ലാം ശരിയായിട്ടുണ്ട്. നടുവേദന ഉള്ളവർക്ക് ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. നടുവേദന മാറിക്കിട്ടും. നടുവേദന ഉള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞെന്ന്. അതുപോലെ തന്നെ ഇത് ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആയത്. മരുന്നുണ്ട് എന്നും പറയാം. എന്താന്ന് വെച്ചാൽ ഒരുപാട് ആയുർവേദ കാര്യങ്ങളല്ലേ ഇതിൽ ചേർന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും ഇതൊന്ന് ശരിയാക്കി നോക്കണം. പ്രത്യേകിച്ചും നടുവേദന ഉള്ളവര് ഇത് ശരിയാക്കി കഴിച്ചാൽ നടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പൊ ഇനി ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായി ഇനിയും ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.